Assalamualaikum. Welcome back to Aisha's World. അപ്പോൾ ഇത് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗിവ് അവേൻ്റെ കാര്യമാണ് കേട്ടോ പറയാനുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് 17 ഇന്ന് 25 ആണ്, ഏകദേശം 7-8 ദിവസമായി എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. മാർച്ച് 17 ആയത്. അപ്പോൾ അന്ന് രാത്രി 7 മണിക്ക് ഞാൻ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. 100K ആയത് കറക്റ്റ് 7 മണിക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗിവ് അവേൻ്റെ അനൗൺസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഗിവ് അവേ എന്താണെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് പറയാം. ഗിവ് അവേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനാണ് ഗിവ് അവേ എന്ന് പറയുക. അതായത് നമ്മൾ ശരിക്കും ഈ ഒരു നിലയിലെത്താനും അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും നമ്മളെ ചാനൽ ഇത്രയും പുരോഗമിക്കാനും, എന്നാൽ ഭയങ്കര ബെറ്റർ ആണെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ചാനൽ പുരോഗമിക്കാനൊക്കെ അതിന് ഹെൽപ്പ് ചെയ്തത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല, യൂട്യൂബിലൊക്കെ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനാണ് ഗിവ് അവേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു 100K ആയപ്പോൾ എന്തായാലും 1 lakh സബ്സ്ക്രൈബേഴ്സൊക്കെ ആയില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും 1 lakh ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടം വരെയെങ്കിലും എത്താൻ കഴിഞ്ഞത്. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റായിട്ട് അതിനുള്ള ഒരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ ഗിവ് അവേ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗിവ് അവേൻ്റെ കാര്യം. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വീഡിയോസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സെലക്ട് ചെയ്ത വീഡിയോസ് വിത്ത് റീസൺ, എന്താണ് നിങ്ങളിപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ള റീസണും കൂടി ചേർത്തിട്ട് വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്യുക എനിക്ക്, അല്ലെങ്കിൽ ഓഡിയോ സെൻഡ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു മടി ഉണ്ടാവുമല്ലോ, ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് പറയാനൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഓഡിയോ സെൻഡ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓഡിയോ സെൻഡ് ചെയ്യാനും ചിലർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ആ ഒരു ചമ്മലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു മോഡിഫിക്കേഷനും കൂടി വരുത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് മെയിൽ അയച്ചാലും മതി. മെയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മെയിലിൽ ടൈപ്പ് ചെയ്തിട്ട് അതല്ലെങ്കിൽ മെസ്സേജ് പോലെ ആയിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്യുകയാണെങ്കിലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം എന്ന് പറയുന്നത് 10 ദിവസമായിരുന്നു. മാർച്ച് 17 മുതൽ മാർച്ച് 27 വരെയായിരുന്നു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് അന്നത്തെ ലൈവ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അത് കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ 3 ദിവസവും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ചില ആൾക്കാർ ചെയ്യാൻ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കുറച്ചും കൂടി ഒരു ടൈം കൊടുക്കണമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മാർച്ച് 30 വരെയാണ് ഞാനിപ്പോൾ ടൈം സെറ്റ് ചെയ്യുന്നത്, ലാസ്റ്റ് വരെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. അപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞാൽ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. വിന്നേഴ്സിനെ മിക്കവാറും നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തിട്ട് ആൾക്കാർ സെലക്ട് ചെയ്തിട്ട് നറുക്കിട്ടിട്ട് തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരാളെ പിക്ക് ചെയ്യായിരിക്കുമല്ലോ, നറുക്കിട്ട് എല്ലാവർക്കും ഒരു ചാൻസ് കിട്ടണമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാനും എക്സൈറ്റഡ് ആണ് ആർക്കായിരിക്കും കിട്ടുക എന്നുള്ള വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്താൻ പറ്റിയത്. പിന്നെന്താ, നല്ല സർപ്രൈസിങ് ഗിഫ്റ്റാണ് കേട്ടോ. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഗിഫ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നല്ല സർപ്രൈസിങ് ഗിഫ്റ്റാണ്, നിങ്ങളെല്ലാവരും കാത്തിരുന്ന് കാണുക എന്താ ഗിഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ആ ഗിവ് അവേൻ്റെ. അപ്പോൾ മെസ്സേജ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം മെയിലിൽ കൂടെ തന്നെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. FB ഇൻസ്റ്റഗ്രാമിനേക്കാളും മെയിലിൽ കൂടെ ഓഡിയോ, കുറേ ആൾക്കാർ മെയിലിൽ കൂടെ ഓഡിയോ അറ്റാച്ച് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അത് പിന്നെ ഒരാൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ 3-4 ആൾക്കാർ FB കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യില്ല എന്നല്ല. പക്ഷേ മെയിലിൽ കൂടെ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ, അത് ആൾക്കാർ എത്രയാണെന്നുള്ളത് നോക്കി വെക്കാനും അത് കറക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോസും കുറച്ച് ആൾക്കാരൊക്കെ ഓഡിയോസൊക്കെ അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എൻ്റെ ഒരു സന്തോഷത്തിന് തരുന്ന ഒരു ഗിഫ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എൻ്റെ ഫാമിലീൻ്റെ മെമ്പേഴ്സാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഗിവ് അവേനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. ഇനിയൊന്നും വിട്ടുപോയില്ലല്ലോ. ഇത്ര തന്നെ ഈ ടൈം ശ്രദ്ധിക്കുക.
അതേപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയച്ചാലും മതി. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പക്ഷെ അപ്പോൾ അതിൻ്റെ കാര്യം കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു കപ്പലണ്ടീൻ്റെ റെസിപ്പിയാണ്. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കപ്പലണ്ടീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു കപ്പലണ്ടിയില്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സമയത്ത് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ കപ്പലണ്ടി ചൂടോട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഞാൻ എവിടെ പോയാലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കണ്ടാൽ വാങ്ങിച്ച് കഴിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കപ്പലണ്ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. പച്ച കപ്പലണ്ടിയാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് 1 ടീസ്പൂൺ മതി കേട്ടോ, കൂടുതൽ ആവശ്യമില്ല. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ പൊടി ഉപ്പാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കല്ലുപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതേപോലെ മെൽറ്റ് ചെയ്ത ശേഷം വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം എന്നിട്ട് ഈ വെള്ളം നമ്മൾ ഈ പീനട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഉപ്പും ഈ പീനട്ടും ഇതൊക്കെ കൂടിയിട്ട് കറക്റ്റായിട്ട് ഇതിൽ പിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതേപോലെ ഒരു 15 മിനിറ്റ് ഇതേപോലെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 1-2-3 മിനിറ്റ് കൂടുമ്പോൾ ഇതിന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഉപ്പ് വെള്ളം എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഉപ്പിൻ്റെ വെള്ളത്തിലൊന്ന് ഇതാക്കി എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഉപ്പ് രസം ഉണ്ടാവുമല്ലോ കപ്പലണ്ടി കഴിക്കുമ്പോൾ, ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതാക്കി കൊടുക്കണം, ഇളക്കി കൊടുക്കണം. ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നെക്സ്റ്റ് നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം, ഈ ഒരു പാൻ വെക്കുക, മുകളിൽ ഇത് ഒരു ചട്ടി വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു നമ്മൾ കടായി എന്ന് പറയില്ല, ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഇരുമ്പിൻ്റെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങളെടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റീലിൻ്റെ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഇതിലെന്താ അറിയുക, കുറേ നേരം ഇതേപോലെ ചൂട് നിൽക്കും. അപ്പോൾ ആ ഒരു ഇത് എഫക്റ്റ് ഉണ്ടാകും. ആദ്യം ഒന്ന് ചൂടായി കിട്ടാൻ പണിയായിരിക്കും, പക്ഷെ ചൂട് നല്ലോണം നിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിലാണ് ഏറ്റവും കപ്പലണ്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ്. അപ്പോൾ ഈ ചീനച്ചട്ടിയാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ എത്ര കപ്പലണ്ടിയാണ് എടുക്കുന്നത് അതിൻ്റെ ഏകദേശം ഡബിൾ ഉപ്പ് വേണമെന്നാണ്. പക്ഷെ എനിക്ക് മനസ്സ് വരുന്നില്ല. എനിക്കാണെങ്കിലേ അത്രയും ഉപ്പ് എടുത്തിട്ട് ചെയ്യാൻ മനസ്സ് വരുന്നില്ല. എന്തായാലും ഈ ഉപ്പ് പിന്നെ നമുക്ക് പിന്നെയും കപ്പലണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ച ഒരു 4 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതന്നെ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. അല്ലാത്ത വേറെ ഒന്നിനും നമുക്ക് ഉപ്പായിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ 1.5 കപ്പ് ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇത് നല്ല ചൂടുണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ കിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കപ്പലണ്ടി ഇതാക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, ഇളക്കി കൊടുക്കാൻ. ആ ഒരു ഉപ്പ് ഇങ്ങനെ ഇളകി കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ശ്രദ്ധിക്കുക കേട്ടോ, ഉപ്പ് കരിഞ്ഞു പോവും. ശരിക്കും പണ്ടത്തെ കാലത്തൊക്കെ യൂസ് ചെയ്യൽ മണലാണ്. നല്ല മണൽ ഉണ്ടെങ്കിൽ അതിലാണ് ഈ കപ്പലണ്ടി വറുത്തെടുക്കാറ്. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും മണലൊന്നും അവൈലബിൾ ആയിരിക്കുമല്ലോ. ബീച്ചിലൊക്കെ ആരെ പോയിട്ട് മണലെടുക്കുക, അല്ലെങ്കിലും നാട്ടിലാണെങ്കിലും ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും മണൽ കിട്ടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പിൽ ചെയ്യുന്നത്. ശരിക്കും മണൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മണലും നമ്മളിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ടൊക്കെ ആദ്യത്തിലൊക്കെ എല്ലാവരും ചെയ്യൽ എങ്ങനെയായിരുന്നു, മണലിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ. ഇപ്പോൾ പിന്നെ കുക്കറിൽ തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു ചെയ്യൽ. പിന്നെ ആ മണൽ മാറി ഉപ്പായി, ഉപ്പ് വെച്ചിട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ നേരെ ഡയറക്റ്റ് കുക്കറിലാണ് ഇപ്പോൾ ഡയറക്റ്റ് അധികം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ. ഞാൻ മണലിട്ടിട്ട് ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. കേക്ക് ആദ്യം തന്നെ കുക്കറിൽ തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ ട്രൈ ചെയ്തിട്ടുള്ളൂ. നമ്മളൊക്കെ ബേക്കിംഗ് തുടങ്ങിയപ്പോൾ അങ്ങനത്തെ ആ ഒരു ടിപ്സൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് നല്ല ചൂട് വേണം കേട്ടോ. ഉപ്പ് എന്താ രസം ഇതിനോട് ഇങ്ങനെ ചെയ്ത് എടുക്കാൻ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. ഉപ്പ് നല്ല ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടായി വരും. ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഏകദേശം 15 മിനിറ്റ്, ഞാൻ ഒരു ഏകദേശം 10 മിനിറ്റ് ആയപ്പോഴായിരുന്നു ഇത് ഉപ്പ് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണെങ്കിൽ ചൂടായി കിട്ടും. അതേപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കടല നമ്മൾക്ക് എന്ത് ചെയ്യണം, ആ വെള്ളത്തോടൊക്കെ ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് എടുത്തിട്ട് ഇതിലേക്ക് ആദ്യം ഫ്ലെയിം ലോലാക്കി കൊണ്ടിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രം ജസ്റ്റ് എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ആദ്യത്തിൽ എന്തായാലും നമ്മൾ നനവുള്ളതാണല്ലോ ഇതുള്ളത്, എന്താ പീനട്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഇതിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും. അല്ല കുറച്ച് പുറത്തേക്ക് കുറച്ചിട്ട് സാറില്ല. പക്ഷേ നമ്മൾ ഇത് കുറച്ച് വളരെ ഇതേപോലെ വറുത്ത് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കണ്ട, ചിലപ്പോൾ കരിഞ്ഞു. അപ്പോൾ ഇതൊന്ന് വറന്ന് വരുമ്പോഴത്തേനും എന്താവും, ആ ഉപ്പിന്ന് ഇതിങ്ങനെ വിട്ട് വിട്ട് വരാൻ തുടങ്ങും. ആ ഒരു ഒട്ടിപ്പിടിക്കണ ആ ഒരു സ്വഭാവം മാറും. അപ്പോൾ തന്നെ നമുക്ക് പീനട്ട് ആയി എന്നുള്ള മനസ്സിലായി. ഇപ്പോൾ കണ്ടെല്ലാം ഉപ്പൊക്കെ ഇതിൽ ഇങ്ങനെ പിടിച്ചിട്ടാണുള്ളത്. കട്ടൊക്കെ നമ്മൾ നനഞ്ഞ ഇതാണല്ലോ ഇട്ടത്, കപ്പലണ്ടി ആണല്ലോ ഇട്ടത്, അതുകൊണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, കൈ വിടരുത്. കൈ വിട്ടുണ്ടെങ്കിൽ അടിയിലത്തൊക്കെ കരിഞ്ഞു പോയിട്ട് പിന്നെ മൊത്തം ഈവനായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടില്ല, എല്ലാം ഒരേപോലെ ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഉപ്പ് കുറവായിട്ട്, എന്നാലും ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കും 1.5 കപ്പിനോട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വലിയ ഇതുണ്ട്, കുറേ ഉപ്പ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡബിൾ എടുത്തോണ്ടി. 1 കപ്പ് കപ്പലണ്ടി ആണെങ്കിൽ 2 കപ്പ് ഉപ്പ്. 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ ചിലപ്പോൾ ഗ്യാസിൻ്റെ തീ ആ ഒരു വ്യത്യാസം വരുമല്ലോ. ഒന്നാമത് ഇത് പൊട്ടാൻ തുടങ്ങും, ഇതിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടാനും തുടങ്ങും. അതേപോലെ ഉപ്പൊക്കെ ഈ കപ്പലണ്ടിയിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ അതുവരെ നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കണം. ഓവണിന് വെക്കുന്ന മറ്റേ കൈ ഉണ്ടല്ലോ, അതെടുത്തിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ നല്ല സുഖമായിട്ട് ചെയ്യാം. ഒന്നാമത് ഇത് നിൽക്കണില്ല, കുറച്ച് ചെറിയൊരു ബലം പിടുത്തുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി വലിയ ചീനച്ചട്ടിയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. എൻ്റെതിപ്പോൾ ഇത് അത്യാവശ്യം ഇതിൽ മുകളിലേ വരെ എത്തിയണല്ലോ, അപ്പോൾ അതുകൊണ്ടാണുള്ള ചെറിയൊരു പ്രശ്നം തന്നെയുള്ളൂ. കണ്ടോ, ഇപ്പോൾ കുറച്ചൊക്കെ ആ കപ്പലണ്ടിയിൽ നിന്ന് ഉപ്പ് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ആദ്യം നല്ലോണം ഒട്ടിപ്പിടിച്ചതൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും കപ്പലണ്ടിയും ഏകദേശം ഒന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുറച്ചും കൂടി ആവണം. ആയില്ല, ഫ്രൈ ആയില്ല മൊത്തത്തിൽ, ആ ഒരു പശ തന്നെയാണുള്ളത്. ഒരു 10 മിനിറ്റ് എടുക്കും. നിങ്ങളിനിപ്പോൾ ഗ്യാസിൻ്റെ ഒരു വ്യത്യാസം വരികയാണെങ്കിൽ 15 മിനിറ്റ് വരെ നമുക്ക് മനസ്സിലാവും. അത് പെട്ടെന്ന് തന്നെ കുറച്ചിങ്ങനെ പൊട്ടാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും മനസ്സിലാവും ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ആ കയ്യിൽ മാറ്റിയിട്ട് ഈ കയ്യിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു മിക്സ് ആക്കൽ. ഞാൻ എപ്പോഴും ഇതാണ് എടുക്കല്, പിന്നെ എന്തോ ഒരു ഓർമ്മക്ക് അത് എടുത്തു പോയത് ആ കയ്യിൽ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കിയാലോ, കുറച്ചും കൂടി എളുപ്പത്തിൽ മിക്സ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടില്ല മൊത്തം സെപ്പറേറ്റായി വന്നു. ഏകദേശം മൊത്തത്തിൽ നല്ലോണം പീനട്ടൊക്കെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. കണ്ടാലും അറിയാം, ഒരു ഏകദേശം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചും കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ആ ചട്ടി നല്ല ചൂടുണ്ടാവുമല്ലോ, കുറേ നേരം ഇരുമ്പിൻ്റെ ചട്ടിയിൽ നിൽക്കും. അപ്പോൾ ആ ഒരു ചൂട് കൊണ്ട് പിന്നെ പീനട്ട് പിന്നെയും കരിഞ്ഞു പോകും. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നമ്മൾക്ക് ഇതേപോലെ അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അരിപ്പ പാത്രത്തിലിട്ടിട്ട് അരിച്ചെടുത്താലും മതി ഉപ്പ്. അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്താൽ കണ്ടോ, ഞാനിപ്പോൾ അതെടുത്തപ്പോഴത്തേന് കൂടുതൽ കരിഞ്ഞു പോയി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം 1-2 മിനിറ്റ് ഓഫാക്കിയ ശേഷവും ഫ്ലെയിം. അതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മളെ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ചൂടാറട്ടെ കേട്ടോ. അടിപൊളി കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. നല്ല കറുമുറയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, കണ്ടില്ലേ. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ ഇത് പോരുന്നുണ്ട്. അടിപൊളി. ഇപ്പോൾ നല്ല ഉപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം. നമ്മൾ ആ ഉപ്പുവെള്ളത്തിൽ ഇതാക്കി വെച്ചതുകൊണ്ട്, കുതിർത്ത് വെച്ചതുകൊണ്ട് അത്യാവശ്യം ഉപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതിന്ന് കുറച്ച് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം.
എങ്ങനെയാണ് ചെയ്യുന്നത് എളുപ്പത്തിൽ തൊലി കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കും. അപ്പോൾ തന്നെ ഏകദേശം തൊലികളൊക്കെ പോരും. കണ്ടില്ലേ, ആ തൊലികളൊക്കെ അടർന്നു വന്നോളും. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ അതിൻ്റെ ആ തൊലികളൊക്കെ ഒരു സൈഡിലേക്ക് വരും. അപ്പോൾ ശരിക്കും ഇതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരു സ്റ്റീലിൻ്റെ പാത്രം ഇല്ല, അല്ലെങ്കിൽ മുറത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ പെട്ടെന്ന് പറ്റും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കുപ്പീൻ്റെ പ്ലേറ്റിൽ കാണിക്കുന്നതല്ലോ കേട്ടോ, ഒന്നും വിചാരിക്കരുത്. വലിയ സ്റ്റീൽ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ്. ചെറുതിൽ നമുക്ക് പിന്നെ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റില്ലല്ലോ, കുറച്ചായിട്ട് ചെറുതെടുക്കേണ്ടി വരും. ചെറിയൊരു സ്റ്റീൽ പാത്രം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ നോക്കാം, ഒന്നുകൂടി കാണിച്ചു തരാം. ഇതേപോലെ ആക്കിയിട്ട് കുറച്ച് പൊക്കി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് പേടിയാവുക ചെയ്യാൻ. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. എറിഞ്ഞു കൊടുത്താൽ തന്നെ അതൊക്കെ സൈഡിലേക്ക് വരും. തൊലിച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പലണ്ടി റെഡിയായി. ഇപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ സോൾട്ടിലിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആ ഒരു ബീച്ചിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്രോപ്പറായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു.